മതമല്ല രാഷ്ട്രീയം, രാഷ്ട്രീയമല്ല മതം. അത് ജനങ്ങൾ മനസ്സിലാക്കുന്ന അവിടെ തീരും ബി. ഇന്നലെ ജയ്പൂരിൽ നടന്നിട്ടുള്ളത് വെറും തുടക്കം മാത്രം. നമുക്ക് ആ വീഡിയോ കാണാം. भगवान की, अग्रसेन भगवान की, चित्रगुप्त भगवान की, इस आने वाले चुनाव में, पंचायती राज चुनाव में, नगर निगम चुनाव में भारतीय जनता पार्टी को वोट नहीं देंगे। हम कसम खाते भगवान की। पक्का है क्या? उनकी कोई रैली में भी नहीं जाएंगे और जो हमारे राजनीतिक नेता जो हमारे पास दिए उनका भी विरोध करेंगे। കേട്ടില്ലേ? ഇതൊരു തുടക്കം മാത്രമാണ്. ബി.ജെ.പിക്ക് വോട്ട് ചെയ്യരുത്, ചെയ്യില്ല എന്ന് സത്യപ്രതിജ്ഞയാണ് അവിടെ എടുത്തിട്ടുള്ളത്. നമുക്ക് സംഭവം നോക്കാം. അതായത് മഹിപാൽ സിംഗ് മക്രാന അവരാണ് ഇതിനെ ലീഡ് ചെയ്തിട്ടുള്ളത്, ഈ ലാർജ് ക്രൗഡിനെ. ഇതിൽ ഏറ്റവും കൂടുതൽ ഉള്ളത് അപ്പർ കാസ്റ്റിലെ ആളുകളാണ് എന്നാണ് റിപ്പോർട്ടുകൾ സൂചിപ്പിക്കുന്നത്. അവർ പറഞ്ഞത് ബി.ജെ.പി ഭാരതീയ ജനതാ പാർട്ടിക്ക് വോട്ട് ചെയ്യില്ല എന്നാണ്. ഇത് സംഭവം എന്ന് പറയുന്നത് ഒരു പ്ലഡ്ജ് ആണ്. അതായത് ടേക്കിംഗ് ദ ഓത്ത് ഡയറ്റീസ് ലോർഡ് ശ്രീറാം, അതുപോലെ പുരുഷോത്തമൻ ഭഗവാൻ, ഇങ്ങനെയുള്ള ഭഗവാന്മാരുടെ പേരിലാണ് ഈ ഒരു സത്യപ്രതിജ്ഞ എടുക്കുന്നത്. അതായത് വരാൻ പോകുന്ന അപ്കമിങ് ഇലക്ഷൻസ്, പ്രത്യേകിച്ചും പഞ്ചായത്ത് ഇലക്ഷനും അതുപോലെ മുനിസിപ്പാലിറ്റി ഇലക്ഷനും, ഇതിലൊന്നും ബി.ജെ.പിക്ക് ഞങ്ങൾ വോട്ട് ചെയ്യില്ല എന്ന സത്യപ്രതിജ്ഞയാണ് എടുത്തിട്ടുള്ളത്. ഇതിൽ ബൈക്കോട്ട് ചെയ്തിട്ടുള്ളത്, അതായത് അവരുടെ റാലീസിലോ അല്ലെങ്കിൽ അവർ ഒത്തുകൂടുന്നതിലൊന്നും ഞങ്ങൾ പങ്കെടുക്കില്ല എന്നും ഞങ്ങളെ സപ്പോർട്ട് ചെയ്യാത്ത എല്ലാ പൊളിറ്റിക്കൽ ലീഡേഴ്സിനെയും ഞങ്ങൾ എതിർക്കുമെന്നാണ് ഇവർ പറഞ്ഞിട്ടുള്ളത്. ഇത് UGCക്കെതിരെയും അതുപോലെ ഗവൺമെന്റ് പോളിസീസിനെതിരെയും ഉള്ള ഒരു പ്രതിഷേധമായിരുന്നു. അതിനിടയിലാണ് ഇങ്ങനെ ഒരു സത്യപ്രതിജ്ഞ വന്നിട്ടുള്ളത്. നമ്മളിവിടെ മനസ്സിലാക്കേണ്ടത്, ജനങ്ങൾ എന്ന് മനസ്സിലാക്കുന്നോ രാഷ്ട്രീയമല്ല മതം, മതമല്ല രാഷ്ട്രീയം, അവിടെ അവസാനിക്കും ബി.ജെ.പി. കാരണം നിങ്ങൾ തന്നെ പറയൂ, ഏതെങ്കിലും ഒരു ഇലക്ഷനിൽ ബി.ജെ.പി മതത്തെ പറയാതെ ഏതെങ്കിലും ഒരു ഇലക്ഷൻ ക്യാമ്പയിൻ ഉണ്ടായിട്ടുണ്ടാവുന്നു? പോട്ടെ, ഇലക്ഷൻ പോട്ടെ, ഒരു സ്റ്റേജ് ബി.ജെ.പിയുടെ ഏതൊരു ഫംഗ്ഷൻ നടക്കുമ്പോഴും ആ സ്റ്റേജിലൊക്കെ മതം വരാറില്ലേ? ഏതെങ്കിലും ഒന്ന് കാണിച്ചു തരാൻ പറ്റുമോ? സാധിക്കില്ല. കാരണം എല്ലാ ഇതിലും അവർ പറയാറുണ്ട്. അവർ ഡെവലപ്മെന്റിനേക്കാൾ കൂടുതൽ പറയുന്നത് ഈ മതം തന്നെയാണ്. ഡെവലപ്മെന്റിനെ കുറിച്ച് പറഞ്ഞിട്ടുള്ള എത്ര ഇലക്ഷൻ ക്യാമ്പയിൻസ് ഉണ്ട്. ഇവരുടെ അധിക ഇലക്ഷൻ ക്യാമ്പയിൻസിലും ഇവർ പറഞ്ഞുകൊണ്ടിരിക്കുന്ന ഒരു കാര്യം സ്ഥലങ്ങളുടെ പേര് മാറ്റാം, അല്ലെങ്കിൽ അവരുടെ ടെമ്പിൾ പണയാം. ഇങ്ങനെയുള്ള കാര്യങ്ങളാണ് അവർ ഏറ്റവും കൂടുതൽ പറഞ്ഞിട്ടുള്ളതും ചെയ്തിട്ടുള്ളതും. അതുപോലെ കഴിഞ്ഞ ഒരു വർഷമായി തുടങ്ങിയിട്ടുള്ള പുതിയൊരു ട്രെൻഡാണ് എല്ലാം കാവി കളറാക്കുക എന്നുള്ളത്. റോഡ് കാവി, ബിൽഡിങ്സ് കാവി, എന്തിനി ഹോക്കി ടീംസിന്റെ ജേഴ്സിയും കാവിയാക്കിയ വിവരം അറിഞ്ഞത് വാട്സപ്പിലൂടെ. ആരാണ് അതിന് അനുമതി നൽകിയിട്ടുള്ളത്? ഹോക്കി ഇന്ത്യൻ പ്രസിഡന്റ് ദിലീപ് ചോദിച്ചിട്ടുള്ള ചോദ്യമാണ്. അതായത് ഹോക്കി ഇന്ത്യൻ പ്രസിഡന്റ് പോലും അറിഞ്ഞിട്ടില്ല ഈ കളർ മാറ്റിയ വിവരം. ഇനി നമുക്ക് ചില വീഡിയോസ് കാണാം. അതായത് ഇപ്പോഴും നേരം വിൽക്കാത്ത ചില ആളുകൾ. ഇത് സംഭവം എന്ന് പറയുന്നത് ഒരു 11 വിമൻ ഓൾ ഇന്ത്യൻ ഹിന്ദു മഹാസഭ അവരെന്ത് ചെയ്തു? താജ്മഹലിലേക്ക് പോയി വിത്ത് കൻവാർ ഒക്കെ എടുത്തിട്ടാണ് പോയിട്ടുള്ളത്. അതായത് പെർഫോം ചെയ്യണം, പെർമിഷൻ വേണം ജലാഭിഷേകം ചെയ്യാൻ വേണ്ടി. കാരണം ഇതൊരു ശിവ ടെമ്പിൾ ആണ്, അതുകൊണ്ട് തന്നെ പെർമിഷൻ വേണം കൻവാർ ചെയ്യാൻ വേണ്ടി എന്നും പറഞ്ഞാണ് പോയിട്ടുള്ളത്. പക്ഷെങ്കിൽ പോലീസ് അവരെ തടഞ്ഞു. ഓക്കെ, അപ്പോൾ ഇപ്പോഴും നേരം വിൽക്കാത്ത ചില ടീംസ് ആണ് ഇതൊക്കെ. ഇത് മാത്രമല്ല, ഒരു വീഡിയോ കൂടി കാണിച്ചു തരാം. അതിനുശേഷം കുറച്ച് ഡാറ്റാസ് നിങ്ങൾ അറിയേണ്ടതുണ്ട്. अब की बार कावड़ लानी, अब की बार कावड़ लानी, चलो देवन, 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 देवन में शिव मंदिर लेके
लेके रहेंगे देवबंद में सिर्फ मंदिर लेके रहेंगे अब की बार का जल देवबंद में चढ़ेगा अब की बार का जल देवबंद में चढ़ेगा आज सारे भाइयों ने इच्छा जताई है कि इस बार का जल जितनी भी हम कावड़ लाएंगे अपने अपने क्षेत्रों में तो हम जल चढ़ाएंगे। इस बार का जल सब भाइयों ने निर्णय लिया है, इस बार का एक जल हम देवबंद में चढ़ाएंगे। सब तैयार हो? तैयार हो? धर्म की रक्षा कौन करेगा? हम करेंगे, हम करेंगे। धर्म की रक्षा कौन करेगा? हम करेंगे, हम करेंगे। जय जय श्री राम। ഇതൊരു 6 ദിവസം മുൻപുള്ള ഒരു വീഡിയോ ആണ്. ഹിന്ദു രക്ഷാദാളിന്റെ ഒരു റെപ്രസെന്റേറ്റീവ് ആളുകളെ, ആ ഗ്രൂപ്പ് ഓഫ് സപ്പോർട്ടേഴ്സിനെ കണ്ട് കുറച്ച് കാര്യങ്ങൾ പറയുന്നതാണ്. മെയിൻലി അവർ കൺവർ, ഇപ്പോൾ നടക്കാൻ പോകുന്ന കൺവർ യാത്രകളിലേക്ക് പോകാൻ പോവുകയാണ്. ഒരു സ്പെഷ്യൽ റൂട്ട് എടുത്തിട്ടാണ് പോവുക. അത് മാത്രമല്ല അവര് ഡിയോബാങ്കിലേക്ക് മാർച്ച് ചെയ്യുന്നു. അതിലൂടെ പറഞ്ഞിട്ടുള്ളത് ഹോളി വാട്ടർ എന്ത് ചെയ്യും, ഡിയോബാങ്കിൽ എത്തിക്കുകയും അതുപോലെ തന്നെ അവിടെ ഒരു ശിവ ടെമ്പിൾ ഉണ്ടാക്കുകയും ചെയ്യുമെന്നാണ് ഇയാൾ പറഞ്ഞിട്ടുള്ളത്. അത് മാത്രമല്ല അവസാനം പറഞ്ഞിട്ടുള്ളത് ഇവർ എന്ത് ചെയ്യും, അതായത് ഒരു കോളിംഗ് ആണ്, അവരുടെ വിശ്വാസത്തെയും മതത്തെയും ഒക്കെ അവർ സംരക്ഷിക്കുമെന്ന്. നല്ല കാര്യമാണ്, മതത്തെയും എല്ലാത്തെയും സംരക്ഷിക്കണം. പക്ഷേ ഈ രാജ്യത്തെ സംരക്ഷിക്കാൻ വേണ്ടി നിങ്ങൾ എന്തെങ്കിലും ചെയ്തിട്ടുണ്ടോ? ഇവിടുത്തെ എഡ്യൂക്കേഷൻ സിസ്റ്റം തകർന്നുകൊണ്ടിരിക്കുകയാണ്. അതിനുവേണ്ടി എന്തെങ്കിലും സംസാരിച്ചിട്ടുണ്ടോ? ഇപ്പോൾ CJPയുടെ പ്രൊട്ടസ്റ്റ് ഒക്കെ നടന്നു, എന്തെങ്കിലും ഇല്ല. ഇനി ഇന്ത്യയിലെ, ഭാരതത്തിലെ പല സെക്ടേഴ്സും തകർന്നുകൊണ്ടിരിക്കുന്നുണ്ട്. പല പ്രശ്നങ്ങളും ഇന്ത്യ ഫേസ് ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ട് പല ഭാഗത്തായിട്ടും. അതിനൊക്കെ എന്തെങ്കിലും നിങ്ങൾ സംസാരിച്ചിട്ടുണ്ടോ? ഇല്ല. ഒരു കണക്ക് നോക്കാം. കഴിഞ്ഞ 5 വർഷത്തിന്റെ ഉള്ളിൽ 65.7 ലക്ഷം സ്റ്റുഡൻസ് എന്ത് ചെയ്തിട്ടുണ്ട്, ഡ്രോപ്പ് ഔട്ട് ചെയ്തിട്ടുണ്ട് ഇന്ത്യയിൽ നിന്നും. അതിൽ ഏറ്റവും കൂടുതൽ എന്ന് പറയുന്നത് പ്രൈമറി ക്ലാസ്സസിലാണെങ്കിൽ 0.3% നിന്നും 3.5% ആയി ഉയർന്നിട്ടുണ്ട് ഡ്രോപ്പ് ഔട്ട് റേറ്റ്. ഇനി അപ്പർ പ്രൈമറി, അതായത് ഗ്രേഡ് 6 to 8, അവിടെ 3% നിന്നും 3.5% ഉയർന്നിട്ടുണ്ട്. ഇനി സെക്കൻഡറി നോക്കിക്കഴിഞ്ഞാൽ 8.2% നിന്നും 12.6% ഉയർന്നിട്ടുണ്ട്. അത് മാത്രമല്ല കണക്കുകൾ പ്രകാരം ഏതാണ്ട് 80,000-ൽ കൂടുതൽ സ്കൂളുകൾ അടച്ചു പൂട്ടിയിട്ടുണ്ട്. അതുപോലെ സ്കൂൾ ഡ്രോപ്പ് ഔട്ട് റേറ്റിൽ ഏറ്റവും കൂടുതൽ ഹയസ്റ്റിൽ നിൽക്കുന്നത് ഗുജറാത്താണ്. അതിനുശേഷം ആസാം, മൂന്നാമത് ഉത്തർപ്രദേശ്. അപ്പോൾ ഈ കാര്യത്തിലൊക്കെ, അതായത് എഡ്യൂക്കേഷണൽ സിസ്റ്റം, അതായത് കുട്ടികൾ മനസ്സിലാക്കിക്കൊണ്ടിരിക്കുകയാണ് ഈ രാജ്യം ഇങ്ങനെയാണ് ഭരിച്ചു മുന്നോട്ട് പോകുന്നതെങ്കിൽ പഠിച്ചിട്ടൊന്നും വലിയ കാര്യമൊന്നുമില്ല എന്ന കാര്യം അവർ മനസ്സിലാക്കിക്കൊണ്ടിരിക്കുന്നു. അതുകൊണ്ടായിരിക്കാം ഇതേപോലുള്ള ഡ്രോപ്പ് ഔട്ട് റേറ്റ് വരുന്നത്. അതായത് ഡ്രോപ്പ് ഔട്ട് റേറ്റ് ഈ ഓരോ വർഷം കൂടുന്നതിനെ അധികരിച്ചു വരികയാണ്. ഇവരെ എല്ലാ കാര്യങ്ങളും മതം വെച്ചിട്ടാണ് 2014 ശേഷം നടന്നുകൊണ്ടിരിക്കുന്നത്. അതിനുള്ള ഏറ്റവും വലിയൊരു എക്സാമ്പിൾ ആണ് 11 മുസ്ലിം മെന്നിന് എന്ത് ചെയ്തിട്ടുണ്ടായിരുന്നു, 4 വർഷം മുൻപ് ജയിലിലിട്ടുണ്ടായിരുന്നു കർഗോൺ റൈറ്റ് കേസിൽ. ഇന്ന് 2022 ഈ സംഭവം. അതായത് മധ്യപ്രദേശ് ഹോം മിനിസ്റ്റർ എന്ത് ചെയ്തിട്ടുണ്ടായിരുന്നു, ഓർഡർ ചെയ്തിട്ടുണ്ടായിരുന്നു അവരുടെ വീടുകൾ അടിച്ചു തകർക്കാൻ വേണ്ടി. അതായത് ബുൾഡോസർ രാജ് അടിച്ചു തകർത്തു. പക്ഷേ 11 മുസ്ലിം മെന്നിനെയും കോടതി ഇപ്പോൾ വെറുതെ വിട്ടു. അതായത് കോടതി പറഞ്ഞുള്ളത് ഇവർ കുറ്റക്കാരല്ല, അതുകൊണ്ട് തന്നെ ഇവരെ വെറുതെ വിടുന്നു. 4 വർഷം ജയിലിൽ കടന്നു. അത് മാത്രമല്ല അവരുടെയൊക്കെ വീടുകളൊക്കെ അടിച്ചു തകർത്തു ഗവൺമെന്റ്. ഇതേപോലെ ഒരുപാട് ക്രൈംസ് ചെയ്തിട്ടുള്ള സംഖ്യകളെ നമ്മൾ കണ്ടിട്ടുണ്ട്, പല ക്രൈംസും അല്ലെ. അതിൽ എത്ര പേരുടെ വീട് അടിച്ചു തകർത്തിട്ടുണ്ട്?